ഇപ്പോൾ ശ്രീ പി വി അൻവർ എം എൽ എ തന്നെ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. എൻ ശ്രീകുമാറും ചർച്ചയിൽ തുടരുകയാണ്. ശ്രീ പി വി അൻവർ എം എൽ എ, താങ്കൾ എന്താണ് അഴിമതി ആരോപണം ഇക്കാര്യത്തിൽ ഉന്നയിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി ഇന്നിപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. വാർത്തയായി അത് വലിയ പ്രാധാന്യത്തോടെ വലിയ വാർത്തയായി വന്നിട്ടുണ്ട്. എത്ര മാധ്യമങ്ങൾ അത് ആ നിലയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതൊക്കെ താങ്കൾ വിലയിരുത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം താങ്കളുടെ ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. സഭയ്ക്കകത്ത് താങ്കൾ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന് ആരോപണത്തിന് മറുപടിയോ വിശദീകരണമോ സഭയിൽ നൽകാനായോ താങ്കൾക്ക് ലഭിച്ചോ? സാധാരണഗതിയിൽ സഭയിൽ വരുന്ന എന്ത് വിഷയങ്ങൾക്കും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ വരുന്ന എന്ത് വിഷയങ്ങൾക്കും വളരെ ഷാർപ്പായിട്ട്, വളരെ ശക്തിയോട് കൂടിയിട്ട് അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവ രീതിയിലുള്ള വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്, രാഷ്ട്രീയം വീക്ഷിക്കുന്ന പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം. പക്ഷേ ഇന്നത്തെ ദിവസം ഈ ആരോപണം ഞാൻ വെറുതെ അങ്ങാടിപ്പാട്ട് പാടിയതല്ല. കൃത്യമായി ഇന്നലെ തന്നെ സ്പീക്കർക്ക് ഇതിൻ്റെ നോട്ടീസ് കൊടുത്തു, കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതേ കോപ്പി പ്രതിപക്ഷ നേതാവിന് കൊടുത്തു. എല്ലാം ഔദ്യോഗികമായി നിയമപരമായി ചട്ടങ്ങളനുസരിച്ചിട്ടാണ് ഞാൻ ആരോപണം എഴുതി കൊടുത്തത്. അതായത് പ്രതിപക്ഷ നേതാവിന് ഇതിൻ്റെ ഈ ആരോപണത്തിൻ്റെ കോപ്പി നേരത്തെ തന്നെ നൽകിയിരുന്നു അല്ലേ? നേരത്തെ നൽകിയതാണ്. സ്പീക്കർക്ക് നൽകിയ അതേ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവിനും നൽകിയിട്ടുണ്ട്. അത്രയും ഗൗരവമായൊരു വിഷയം വളരെ എന്ന് വെച്ചാൽ ഇന്ന് സഭയിൽ പി വി അൻവർ എം എൽ എ തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പോകുന്നു എന്ന് രേഖാപരമായി തന്നെ പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നു അല്ലേ? രേഖാപരമായിട്ട് കൊടുത്തതാണ്. കാരണം ഒരു അംഗം മറ്റൊരു അംഗത്തിനെതിരെ, മന്ത്രിയാവട്ടെ പ്രതിപക്ഷ നേതാവട്ടെ ആരായിരുന്നാലും ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ ചട്ടപ്രകാരം അത് സ്പീക്കർക്ക് നോട്ടീസ് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഉന്നയിക്കപ്പെടുന്ന വ്യക്തിക്കും ഈ നോട്ടീസ് കൊടുക്കേണ്ടതുണ്ട്. ആ രണ്ട് നോട്ടീസും കൊടുത്തതാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പരിപൂർണമായ അവയർനെസ്സോട് കൂടിയിട്ടാണ് ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ അത്രയും ഷാർപ്പായി ഉത്തരം പറയുന്ന അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ മറുപടി പ്രസംഗം കേരള ജനത കണ്ടതാണല്ലോ. ഒരു എന്താ പറയുക, നല്ല ഒരു അഭിനേതാവിൻ്റെ തടിമിടുക്കോട് കൂടിയിട്ട് അഭിനയിച്ച് ഞാൻ കരയണമോ അതോ ചിരിക്കണോ എന്ന് ചോദിച്ച് മെല്ലെ തടിയുരുകയാണ് ചെയ്തത്. ഇത്രയും വലിയ 150 കോടിയുടെ അഴിമതി നടത്തി ആ പണം വാങ്ങി കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ തൂക്കി വിറ്റു. അതവിടെ നിൽക്കട്ടെ. അതിനോടൊപ്പം കേരളത്തിലെ ഇന്ന് നിലനിൽക്കുന്ന സമൂഹം, നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വിദ്യാസമ്പന്നമായ കേരളത്തിലെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒന്നുകിൽ നമ്മുടെ സഹോദരിമാർ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള സഹോദരിമാർ വീടുകളിൽ നിന്ന് പുറത്തു പോയി കേരളം വിട്ട് ജോലി ചെയ്യാൻ കഴിയാത്ത സാമൂഹ്യ കുടുംബ ചുറ്റുപാടാണ് പലർക്കും. കാരണം പ്രായം ചെന്ന അച്ഛനും അമ്മയും മക്കളെ ഇട്ട് ദൂരെ പോകുന്നതിലെ പ്രയാസം. ഈ പ്രയാസത്തിലൊക്കെ വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനത്തിൽ പോയി ഒരു ജോലി ചെയ്യാൻ ഇവർക്കൊരു ഈ പറയുന്ന കുടുംബ പശ്ചാത്തലം കൊണ്ട് പ്രയാസങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള സഹോദരിമാർ കേരളത്തിലൊരു 25 ലക്ഷത്തോളമുണ്ട് എന്നാണ് ഈ പറയുന്ന കർണാടകയിലെയും ഹൈദരാബാദിലെയും IT കമ്പനികൾ നടത്തിയ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ കെ-റെയിൽ പദ്ധതി നമ്മളതിനെ കാണുന്നത് നമ്മുടെ യാത്രാ പ്രശ്നം മാത്രമായിട്ടാണ് പലരും അതിനെ കാണുന്നത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി നമുക്കറിയാം, കേരളത്തിൻ്റെ വികസനത്തിനുള്ള ഏക സാധ്യത നമുക്ക് ടൂറിസവും IT-യാണ്. ഭൂമി സംബന്ധമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക, ചെറിയ ഒരു നേർരേഖ പോലെയുള്ള സംസ്ഥാനം പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം, റോഡ് വികസനം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പ്രയാസം, ജനസാന്ദ്രത ഈ രാജ്യത്തെ ഏറ്റവും കൂടിയ സംസ്ഥാനം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംസ്ഥാനത്ത് വൻകിട വ്യവസായങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് IT-യിലും ടൂറിസത്തിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സ്വാഭാവികമായി 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്താനുള്ള ഒരു ട്രെയിൻ സംവിധാനം വരുന്നതോട് കൂടിയിട്ട് ഈ ട്രെയിൻ കടന്നു പോകുന്ന കേരളത്തിലെ 11 ജില്ലകളും IT ഹബ്ബുകളായി മാറും. ഇന്ന് ഏറ്റവും കൂടുതൽ വാഹന സൗകര്യമുള്ള തിരുവനന്തപുരവും കൊച്ചിയും മാത്രമാണ്. ട്രെയിനും അതുപോലെ തന്നെ ഫ്ലൈറ്റ് സർവീസും തൊട്ടടുത്തുള്ള ഈ 2 പ്രദേശങ്ങൾ മാത്രമാണ് IT ഹബ്ബായിട്ട് മാറിയിട്ടുള്ളത്. ഈവൻ കോഴിക്കോട് പോലും ഊരാളുങ്ങൾ സൊസൈറ്റി ഉണ്ടാക്കിയ ഈ പറയുന്ന IT പാർക്ക്, അതിൽ ഇപ്പോഴും അത് എന്താ പറയുക, പൂർണ്ണമായി ഒക്യുപ്പൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണ്, കോഴിക്കോട് വന്ന് യാത്ര ചെയ്ത് വന്ന് ഒരു IT കമ്പനിയിലെ ഒരു ചീഫ് എക്സിക്യൂട്ടീവിന് അന്നത്തെ ദിവസം തിരിച്ചു പോകാൻ കഴിയില്ല. അതുതന്നെയാണ് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. അപ്പോൾ സ്വാഭാവികമായും എന്താ സംഭവിക്കുക, ഈ കെ-റെയിൽ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിൻ്റെ 11 ജില്ലകളും IT ഹബ്ബായി മാറും.
ആരാണ് പണം കൊടുത്തത്? അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. പണം കൊടുത്തത് ഹൈദരാബാദിലെയും കർണാടകയിലെയും പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെയും IT ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന കമ്പനികൾ. IT കമ്പനി വേറെയാണ്. IT കമ്പനികൾക്ക് കെട്ടിടം കെട്ടി CRZ പെർമിഷൻ എടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ എക്സ്പോർട്ട് ആനുകൂല്യങ്ങളും കിട്ടുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണുകളാക്കി മാറ്റി അതിൻ്റെ ഉത്തരവ് വാങ്ങി അവിടെ ഈ IT കമ്പനികൾക്ക് വേണ്ടി ആവശ്യമായ ബഹുനില കെട്ടിടങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ കമ്പനികൾക്ക് റെൻറ്റ് ചെയ്യുന്നവരാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിങ് കമ്പനീസ് എന്ന് പറഞ്ഞത്.